ഹൈ ഗൈസ്, നമ്മളെ പ്ലസ് ടു മാത്സ് എക്സാം കഴിഞ്ഞു. ഒരുപാട് ഹൈപ്പുള്ള എക്സാം ആയിരുന്നു. കാരണം നിങ്ങളുടെ പ്ലസ് ടു ഫിസിക്സ് ടഫായി, അതേപോലെ കെമിസ്ട്രി ഭയങ്കര ടഫായി, ഇനി പിന്നെ ബയോളജി അതിൻ്റെ ഇടയിൽ നടന്നതിൽ ബോട്ടണി ടഫായി. അപ്പോൾ മാത്സിന് ഭയങ്കര ഹൈപ്പായിരുന്നു. മാത്സ് കൂടി ടഫായിട്ടുണ്ടെങ്കിൽ കുട്ടികളെല്ലാം കൂടി ഒരു ഹൈക്കാവുന്നുള്ള നിലയ്ക്ക്. അപ്പോൾ എന്നോട് തന്നെ ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് തരുന്നുണ്ട്. ആൻഡ് ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മളോട് പറയുന്നത് CBSE ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഞങ്ങൾ സോൾവ് ചെയ്ത്, ഇനി എക്സാം ടഫാകുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള പേപ്പറാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡിലുണ്ട്, അതും ഒരുപാടൊന്നുമില്ല, ഒരു 2-3 എണ്ണം. ബാക്കിയുള്ളതൊക്കെ സാധാരണ യൂഷ്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈസി ആയിട്ട് പഠിച്ചൊരു കുട്ടിക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റും. 7 ദിവസത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾ നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നല്ലതുപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. വെറുതെ ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് വെറുതെ പറയുകയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്നാണ്. 1-1 ആൻഡ് 1-2 നമ്മളത് നോക്കുന്നത്. 1-1 1-2 നോക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. അത് 1-1 ആണ്, ബട്ട് നോട്ട് 1-2. അതായത് f(x) = 2 എന്നാണ് വന്നത്. 1-1 ആയിരിക്കും, പക്ഷേ 1-2 ആയിരിക്കില്ല. കാരണം ഓഡ് നമ്പേഴ്സിനൊന്നും ഇവിടെ പ്രീമേജ് ഉണ്ടാവില്ല. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ. അതായത് റിലേഷനാണ് തന്നത് ഫ്രം A to B, എന്നിട്ട് അത് ബൈജക്ഷൻ ആണോന്ന് ചോദിച്ചത്. അപ്പോൾ എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതൊരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബൈജക്റ്റീവ് ആണോ എന്നുള്ളത് നോക്കുക. എന്തായാലും ബൈജക്റ്റീവ് ആവില്ല, കാരണം 1 2 3 1-നും 2-നും 3-ക്കും ഇമേജ് ഉണ്ട്. പക്ഷേ ഇവിടെ ബി എന്ന് പറഞ്ഞ സെറ്റിൽ 7 ഉണ്ടല്ലോ, 7-ന് പ്രീമേജ് ഇല്ല. അപ്പോൾ എന്തായാലും അതെന്താവില്ല, ബൈജക്റ്റീവ് ആവില്ല. ഓക്കെ, അപ്പോൾ 1-2 അല്ലാത്തത് കൊണ്ട് ബൈജക്റ്റീവ് ആവില്ല. രണ്ടാമത്തതിൽ A ക്വസ്റ്റ്യൻ അതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിട്ടോ. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യണം. I ആയിരിക്കും ആൻസർ വരിക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അടുത്തത് ഫൈൻഡ് x ആൻഡ് y ഇഫ് 2 × 1 3 0x + x + y 0 1 2. അത് രണ്ടും ആ ഒരു മെട്രിക്സ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഈക്വൽ ആയിട്ട് എടുത്തിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. നോട്ട് എ ബാഡ് ക്വസ്റ്റ്യൻ, ഈസി. ആൻഡ് അടുത്തത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഗ്രാഫ്, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. പിന്നെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ tan ഇൻവേഴ്സ് √1 + x² - 1/x. നമ്മുടെ ലൈവൊക്കെ കാണുന്ന കുട്ടികൾക്ക് അറിയാം. ഇൻവേഴ്സിൻ്റെ ഒരു ലൈവ് പോലും നമ്മൾ ആ ക്വസ്റ്റ്യൻ മിസ് ചെയ്യല്ലേ. എന്തെങ്കിലും ഒരു കാലത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള പ്രതീക്ഷയിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അടിപൊളി ക്വസ്റ്റ്യൻ കേട്ടോ, ആൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അടുത്തത് പിന്നെ വരുന്നത് നാലാമത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷൻ അതിൽ വരുന്നത് x³ മാത്രമല്ലേ. പിന്നെ mod x ആണ്, നോട്ട് ഇൻക്രീസിങ്. cos x ആണ്, ഇൻക്രീസിങ് അല്ല. x² ഇൻക്രീസിങ് അല്ല. അപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ വരുന്നത് x³ മാത്രം. പിന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽ ചെയ്താണ്. അതിൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തിട്ട് അത് >0 ലെസ് ആകുന്ന ഇൻ്റർവെലുകൾ ഫൈൻഡ് ചെയ്താൽ മതി, ഈസി. ഇനി അടുത്തത് പിന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ ഉള്ളതാണ്. അത് നിങ്ങൾക്ക് വാല്യൂ ഫൈൻഡ് ചെയ്യാം. ഈ ഫോർ വാട്ട് വാല്യൂസ് ഓഫ് k f of ഈസ് കണ്ടിന്യൂസ്, പ്രശ്നമൊന്നുമില്ലല്ലോ. കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതല്ലേ. പിന്നെ ഫൈൻഡ് f(2) കാണാനും ഉണ്ട്, ഈസിയാണ്. അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമായിട്ട് തോന്നിയില്ല. പിന്നെ ഇൻ്റഗ്രലിൽ e⁻x × sin x + cos x, e⁻x sin x, f(x + f') ഫോം, വെരി ഈസി. പിന്നെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെതാണ്. tan ഇൻവേഴ്സ് x / 1 + x². tan ഇൻവേഴ്സ് x ന് പകരം t കൊടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ലിമിറ്റ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈസിയാണ്, അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് A.B = മാഗ്നിറ്റ്യൂഡ് ഓഫ് A × B ആണ്. അപ്പോൾ തീറ്റ എന്നുള്ളത് π/4 ആയിരിക്കും ആൻസർ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് തവണ ഈ അടുത്തായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം മോഡലിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോഡലിനോ പബ്ലിക്കിനാണ്, കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും കഴിഞ്ഞ വർഷം 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. പിന്നെ P of B given A തന്നിട്ടുണ്ട്. P of A ∩ B യും P of A given B യും, അതൊക്കെ സിമ്പിൾ അല്ലേ. പിന്നെ ഈ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ P of A × P of B, P of A ∩ B ആയിരിക്കും ചെക്ക് ചെയ്യുക. നോട്ട് എ ബാഡ്, ഈസി. പിന്നെ മിനിമം നമ്പർ ഓഫ് ഓർഡർ പെയർ ടു മേക്ക് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് 1 2 3 ഡിഫൈൻ ചെയ്ത്. അപ്പോൾ 1 1 2 2 3 3 എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും മിനിമം നമ്പർ വരേണ്ടത് എന്താ, 3 അല്ലേ, 3 ഓർഡേർഡ് ബേസ് വരണം. പിന്നെ അടുത്തത് ഷോ ദാറ്റ് R is equal to AB mod A - B is even. അതായത് mod A - B ഈവൻ ആണെന്നാണ് പറഞ്ഞത്. 2ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, സിമ്പിൾ കാര്യം. അതൊന്നും വലിയ പ്രശ്നമല്ല, കാരണം അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഈസിയാണ്. പിന്നെ A സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്, അതും ഈസിയാണ്. പിന്നെ A² - 5A + 7A = 0 എന്ന് വെരിഫൈ ചെയ്യാൻ, അതും പാടില്ലല്ലോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് 11, അത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളത് വരച്ച് നോക്കണം കേട്ടോ. ഒരു നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. ഒരു സർക്കിൾ വരയ്ക്കുക, ഇതിനുള്ളിൽ ഒരു റെക്റ്റാങ്കിൾ, എന്നിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് x ഒരു സൈഡ് y ആയിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏരിയ എന്ന് ഫൈൻഡ് ചെയ്യുന്നത് കൊണ്ട് ഏരിയൻ്റെ ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, x × y. ആൻഡ് ആ വൈനെ നിങ്ങൾ എക്സിൻ്റെ ടേമിലാക്കണം. അപ്പോൾ റേഡിയസ് എന്തായാലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ റേഡിയസ് തന്ന ഡയമീറ്റർ 2r ആയിട്ട് എടുത്തിട്ട് നിങ്ങളത് x² + y² = ഡയമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ വൈനെയും കൂടി നിങ്ങൾ എക്സിൻ്റെ ടേമിലേക്ക് ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ y = √something എന്ന് പറഞ്ഞ് കിട്ടും.
എന്നിട്ട് നിങ്ങൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഏരിയ ഫംഗ്ഷനായിട്ട്. സംഭവം ഈസി ആയിട്ട് ആൻസർ കിട്ടാൻ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനാണ്. അവസാനം നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. അതായത് സ്ക്വയർ ആണ് കിട്ടേണ്ടത്, അപ്പോൾ എക്സും വൈയും ഈക്വൽ ആണെന്ന് കിട്ടും. ഓക്കെ, അതാണ് സംഭവം. പിന്നെ 12ാമത് അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പിന്നെ തോന്നിയതാണ് 12ാമത്തെ 3Dയിലെ ക്വസ്റ്റ്യൻ. അതായത് 2 ലൈൻസ് തന്നിട്ടുണ്ട്, നിങ്ങളോട് ആ 2 ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് ചോദിച്ചത്. അപ്പോൾ R is equal to A plus A1 plus lambda B1 A2 plus lambda B2. ആ B1 B2 ആ 2 പാരലൽ വെക്ടേഴ്സ്, 2 ഗിവൺ ലൈനാണ് ഇല്ല, ഗിവൺ ലൈനും പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സ്. അപ്പോൾ ആ 2 വെക്ടേഴ്സിൻ്റെ ഒരേ സമയം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള B1 ക്രോസ് B2 ഫൈൻഡ് ചെയ്താൽ മതി. അതാണ് സംഭവം. ഇനി ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ ടു ഗിവൺ ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് 1 2 3. അപ്പോൾ 1 2 3 കൂടെ പാസ് ചെയ്യുന്നതും നിങ്ങളുടെ ഈ പെർപെൻഡിക്കുലർ ലൈന്, അതായത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ ടു ഗിവൺ ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് 1 2 3. അപ്പോൾ നിങ്ങൾ അതേ സംഭവം തന്നെ വെച്ചാൽ മതി. നിങ്ങൾ നേരത്തെ കണ്ടെത്തിയ പെർപെൻഡിക്കുലർ ലൈന് നിങ്ങളുടെ 1 2 3 കൂടെ പാസ് ചെയ്യുന്ന ലൈന് പാരലൽ ലൈനായിട്ട് എടുക്കുക. എന്നിട്ട് R is equal to A plus lambda B നിങ്ങളുടെ വെക്ടർ ഫോം വെച്ചിട്ട് ചെയ്താൽ മതി. അത് പ്രശ്നമല്ല, പക്ഷേ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഡയറക്റ്റ് എലിപ്സിൻ്റെ ഏരിയ അല്ല ചോദിച്ചത്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ എലിപ്സിൻ്റെ ഏരിയ ഇവിടെ 2 3 6 കിട്ടുമെങ്കിൽ 6/4 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക, 3/2. ദെൻ 14th ക്വസ്റ്റ്യന് വെക്ടർ എന്നുള്ളത് നല്ല ക്വസ്റ്റ്യൻ അല്ലേ. വെക്ടറിൻ്റെ ബി ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടില്ലേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. നിങ്ങൾ ആദ്യം ABC സൈഡുകൾ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന വെക്ടറിൻ്റെത് കണ്ടെത്തണം. എന്നിട്ട് ഏതെങ്കിലും 2 സൈഡ് വെക്ടർ ആക്കിയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഹാഫ് AB ക്രോസ് AC ഒക്കെ വെച്ച് ചെയ്താൽ മതി. ABCന്ന് വെർട്ടക്സ് കൊടുക്കാം കേട്ടോ. ദെൻ പിന്നെ അടുത്തതുള്ളത് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റ് കൂടിയും വന്നിട്ടുള്ളത് അല്ലേ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. I ഡോട്ട് ജെ ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I, അപ്പോൾ I ഡോട്ട് I is equal to 1. ആൻഡ് അടുത്തത് I ക്രോസ് K അല്ലേ, അത് -J അല്ലേ വരിക. അപ്പോൾ J ക്രോസ് -J വരും, അത് -1 ആവും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു, 1 - 1 ക്യാൻസൽ ചെയ്തു. I ക്രോസ് J K ആണ്, അപ്പോൾ K ഡോട്ട് K എന്ന് പറഞ്ഞാൽ 1. ടോട്ടൽ ആൻസർ ഈസ് 1 ആണ് ആൻസർ വരിക. ബി ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. അടുത്തത് ബേസ് തിയറം ഒക്കെ ഈസി ആയിട്ട് ചോദിച്ചതുപോലെ തോന്നി കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി. ഇനി അടുത്തത് 16ാമത്തത് y is equal to cos x plus a തന്നിട്ടുണ്ട്. A ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx plus sin x equal to 0. അത് വെരിഫൈ ചെയ്യാനാണ്, അതും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ dy/dx എന്താണെന്ന് കണ്ടെത്തി, എന്നിട്ട് അതിനോടൊരു പ്ലസ് sin x കൂടിയും കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്ത് കിട്ടും, ആ ഈക്വൽ ടു RHS equal to 0 എന്നുള്ളത് കിട്ടും. പിന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു സോൾവ് ചെയ്യാൻ തന്നെ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്റർ ആയിരുന്നു, പക്ഷേ നോട്ട് എ പ്രോബ്ലം. dy/dx പ്ലസ് 2/x എന്ന് എഴുതാണ്. 2/x is equal to x²/x എന്ന് വരും. അപ്പോൾ p is equal to 2/x വരും, q is equal to x വരും. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഫൈൻഡ് ചെയ്യുക, ജനറൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക, ഈസി. പിന്നെ അടുത്ത ഇത് മോഡലിനും ചോദിച്ചത് കൊണ്ട് കുറേ ആൾക്കാർക്ക് ഇത് പരിചയമുണ്ട്. അതായത് പാരാമെട്രിക് ഫോമിൽ തന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനുള്ളത്. അപ്പോൾ എക്സും വൈയും തന്നിട്ടുണ്ട്, എന്നിട്ട് d²y/dx² ചോദിച്ചതല്ലേ. അത് മോഡലിൽ ചോദിച്ചത് കൊണ്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അടുത്തത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. x⁻⁴ ഒക്കെ തന്നപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആയി ഉണ്ടാവും. ദാറ്റ് ഈസ് ആക്ച്വലി x⁻n ഫോമിലാണ്. ആൻഡ് അത് ആഡ് ചെയ്യുക, പിന്നെ a⁻⁴ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. മറ്റേത് ലോഗരിത്മിക് ഡിഫറൻഷിയേഷൻ വെച്ച് ചെയ്യേണ്ടത് y = sin x⁻⁴ cos x. രണ്ട് ഭാഗത്തും ലോഗ് എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ log y = cos x log sin x cos x log sin x കിട്ടും, ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ച് എഴുതുമ്പോൾ. അതൊക്കെ ഈസി ആയിപ്പോയി, ഡിഫറൻഷിയേഷനൊക്കെ ഭയങ്കര സിമ്പിളായി പോലെ തോന്നി കേട്ടോ. പിന്നെ 18ാമത്തത് നമ്മൾ സ്ഥിരം 6 മാർക്കിൻ്റെ ഡിറ്റർമിനൻസ് ഉള്ള ക്വസ്റ്റ്യൻ മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറഞ്ഞു. റൈറ്റ് ഈസ് മെട്രിക്സ് ഫോം. അപ്പോൾ എയും ബിയും സിയും ഒക്കെ നിങ്ങൾ എഴുതണം. ആൻഡ് അടുത്തത് പ്രൂവ് ദാറ്റ് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞത്. കൺസിസ്റ്റന്റ് സിസ്റ്റം ആണെങ്കിൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ non-0 ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സംഭവം, പക്ഷേ ക്വസ്റ്റ്യനിൽ കൺസിസ്റ്റന്റ് എന്നൊക്കെ തന്നു. പക്ഷേ നമ്മളൊക്കെ സ്ഥിരമായിട്ട് പഠിക്കുന്ന കാര്യം കൺസിസ്റ്റൻറ്റും ഇൻകൺസിസ്റ്റൻ്റ് ഒക്കെ, അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് സോൾവ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ ആണ് അതിനെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് വന്നത് ഇൻ്റഗ്രേഷൻ ആണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഫസ്റ്റത്തത് പാർഷ്യൽ ഫ്രാക്ഷൻ x/x+1 × x+2. രണ്ടാമത്തത് പെർട്ടിക്കുലർ ഫംഗ്ഷൻ വെച്ചിട്ട് x² - 6x + 13. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 6, അത് സിംപ്ലിഫൈ ചെയ്യണം. x² + a² ആയിരിക്കും വരാൻ തോന്നുന്നു. 13 - 9 വരും അല്ലേ. അപ്പോൾ x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 വരും. x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 2² വരും. അപ്പോൾ x² + a² 1/a tan inverse x/a വെച്ച് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ മോഡിൻ്റെതൊക്കെ നമ്മൾ ഒരുപാട് സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ചെയ്തതായിരിക്കും. 0 to 4 mod x - 1. അപ്പോൾ 1ൽ വെച്ചിട്ടായിരിക്കും ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആകുക. അപ്പോൾ 0 to 1 നിങ്ങൾ ഫംഗ്ഷൻ 1 ആയിട്ടും 1 to 4 1 എടുക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. ഈസി. പിന്നെ LPP അൺബൗണ്ടഡ് ആണോ ബൗണ്ടഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ബൗണ്ടഡ് ആയിരിക്കും എന്നാണ് ഏറ്റവും നോട്ടത്തിൽ എനിക്ക് തോന്നുന്നത്, വരച്ച് നോക്കിയാൽ അറിയാം. ബട്ട് ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ പേപ്പർ.
പക്ഷേ കുറേ ആൾക്കാരും ആവറേജ് ആണ് പറയുന്നത്. എന്നാലും കമ്പാരിറ്റീവ്ലി ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഈസി പേപ്പറായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു 7 ദിവസം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇത് ഭയങ്കര ഈസി പേപ്പറായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ലെവൽ കൂടി 1-2 ക്വസ്റ്റ്യൻ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ചെറിയൊരു ഡീവിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ളത്. ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും നല്ലൊരു പഠിച്ച കുട്ടിക്കാണെങ്കിൽ. അല്ലാത്തവർക്ക് എന്തായാലും A+ കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെങ്കിലും നിങ്ങളത് പറയണം കേട്ടോ. നിങ്ങൾ ഇത്രയും ദിവസം വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയുക. ആൻഡ് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഈ ചാനൽ പുതിയ ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.